JEE പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോ കോമ്പിനേഷൻ എടുത്താൽ ബയോ മാത്ത് കോമ്പിനേഷന് പറ്റുമോ അതോ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. ടെക്നിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് ബയോ മാത്ത് കോമ്പിനേഷൻ എടുത്താലും ഒരു പ്രശ്നവുമില്ല. ഈവൻ ഞാൻ ബയോ മാത്ത് കോമ്പിനേഷനാണ് എടുത്തത്. അന്ന് നമ്മുടെ അടുത്തൊന്നും കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്കൂൾസ് ഒന്നുമില്ല. അതുകൊണ്ട് ബയോ മാത്ത് കോമ്പിനേഷനാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് ചാലഞ്ചിങ് ആയിട്ട് ടെക്നിക്കലി നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമുക്ക് വരില്ല. എന്നാൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് അഡ്വാൻറ്റേജ് ആയിരിക്കും. അത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ പോകുമ്പോൾ, ഞാൻ IIT പോയ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയാണ് ഭൂരിഭാഗം സ്റ്റുഡൻസ് ഉള്ളത്, അല്ലെങ്കിൽ തെലുങ്കൻസ് ആണ്. അവരൊക്കെ ആക്ച്വലി ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് വന്നവരാണ്. അപ്പോൾ സാർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല, കാരണം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ല. അവരൊക്കെ ഉത്തരം പറയാം, സാർ അസ്യൂം ചെയ്യും ക്ലാസ്സിലെ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം, പിന്നെ എന്തിനാ പോർഷൻ എടുക്കുന്നത്, അങ്ങനെ മുന്നോട്ടോ. ഞാൻ ആക്ച്വലി ആ ഒരു വർഷം നന്നായിട്ട് ഞാൻ പേഴ്സണലി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത്ര വലിയൊരു പ്രശ്നം നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക അല്ലെങ്കിൽ അൽഗോരിതംസ് പഠിക്കുക എന്നുള്ളതൊക്കെ. ഇനി രണ്ടാമതൊരു ഗുണം എന്നുള്ളത് നിങ്ങൾക്ക് ആക്ച്വലി ബയോളജി ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ ബയോളജി അത്യാവശ്യം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള ഒരു സബ്ജക്റ്റാണ്. എന്ന് മാത്രമല്ല നമുക്ക് പിന്നീട് ഫർദർ ഒരു +1 +2 ലെവൽ ബയോളജിയിലെ ഭൂരിഭാഗം കാര്യങ്ങളും യൂസ്ഫുൾ ആയി വരില്ല. അതുകൊണ്ട് ബയോളജി ഒഴിവാക്കിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നത് ആക്ച്വലി നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി പക്ഷേ നമ്മുടെ അടുത്ത സ്കൂളിൽ ഇത്തരം ഒരു ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളരെ ദൂരെയുള്ളൊരു സ്കൂളിലോട്ട് കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷന് വേണ്ടി പോവേണ്ട ഒരു സ്ഥിതിവിശേഷം അങ്ങനെയില്ല. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോവാം, പക്ഷേ അങ്ങനെ പോകണം നിർബന്ധമൊന്നുമില്ല. JEE എഴുതുന്നിടത്ത് ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് ഒരിക്കലും ബയോളജി നിങ്ങൾ പഠിച്ചു എന്നുള്ളത് വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക.